ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. 5ാം ക്ലാസ് പാദവാർഷിക പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുത്താവുന്ന ദുറൂസുൽ ഇഹ്സാനിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങൾ മനസ്സിലാക്കാം. എന്താണ് ശരി അടയാളപ്പെടുത്താനാണ്. നമുക്ക് ചോദ്യങ്ങൾ മനസ്സിലാക്കാം. ഇത് ഒരു കുട്ടിയുടെ മദ്രസയിൽ എക്സാം നടത്തിയതിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഒരു തെറ്റിട്ടതൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇതിൽ അടയാളപ്പെടുത്തുന്നൊന്നുമില്ല, സമയപരിമിതി കാരണം ഞാനൊന്ന് വോയിസ് ചെയ്ത് പോകുന്നുള്ളൂ. എല്ലാവരും ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കുക. പാഠഭാഗത്തിൽ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി അടയാളപ്പെടുത്തി വെക്കുക. ഒന്നാമത്തെ ചോദ്യം, എത്ര ദിവസം ഇഖ്ലാസോടുകൂടി അമലുകൾ ചെയ്താലാണ് ഹിക്മത്തുകൾ നാവിലേക്ക് വരുന്നത്? എത്ര ദിവസമാണ്? 40 ദിവസം. 40 ദിവസം ഇഖ്ലാസോടുകൂടി അമലുകൾ ചെയ്താലാണ് ഹിക്മത്തുകളുടെ അരുവികൾ നാവിലേക്ക് അള്ളാഹു വെളിവാക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് അടയാളപ്പെടുത്തണം. അടുത്തത് രണ്ടാമത്തെ ചോദ്യം, ജിന്നുകളെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? ജിന്നുകളെ സൃഷ്ടിച്ചത് തീ കൊണ്ടാണ്. തീ കൊണ്ട്. അപ്പോൾ അവിടെ തീ കൊണ്ട് എന്നത് നമുക്ക് ടിക്ക് ചെയ്യണം. അപ്പോൾ അവിടെ ആ കുട്ടി തീ കൊണ്ട് എന്നതിൻ്റെ അടുത്തുള്ള ബോക്സ് ഇപ്പാത്ത് ആയതുകൊണ്ടാണ് അവിടെ വെള്ളം കൊണ്ട് എന്ന വന്നതിൻ്റെ സ്ഥലത്തായതുകൊണ്ടാണ് അവിടെ ടിക്ക്. കുട്ടി ഉദ്ദേശിച്ചത് അതാണ്. അപ്പം ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ഉസ്താദിനോട് അവിടെ സംശയം ചോദിക്കണം കേട്ടോ, എവിടെയാണ് ഇടേണ്ടതെന്നൊക്കെ ഉള്ളത്. അടുത്തത് മൂന്നാമത്തത്, ശാശ്വത നരകത്തിൽ വസിക്കുന്നവർ ആരാണ്? മുർത്തദ്ദാണ്. മുർത്തദ്ദാണ് ശാശ്വത നരകത്തിൽ വസിക്കുന്നത്. നാലാമത്തത്, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അത് ടിക്ക് ചെയ്യാം. 5, റിദ്ദ എന്നാൽ എന്ത്? റിദ്ദ എന്നാൽ എന്താണ്? മതം വിടലാണ്. മതം വിടൽ. റിദ്ദ എന്നാൽ മതം വിടലാണ്. ആറാമത്തത്, പിശാചുക്കളിൽ ഏറ്റവും വലിയ ധിക്കാരി ആരായിരുന്നു? ഇബ്ലീസ്. പിശാചുക്കളിൽ ഏറ്റവും വലിയ ധിക്കാരി ഇബ്ലീസാണ്. അടുത്തതിന് പൂരിപ്പിക്കാനാണ്. തവഫനി മുസ്ലിമം വൽഹിക്കിനി ബിസ്സാലിഹീൻ. ഇത് പൂരിപ്പിക്കാനും പൂർത്തിയാക്കി കൊടുക്കാനും പിന്നെ ആശയം എഴുതാനൊക്കെ വരാട്ടോ. ഇനിയാ ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്കാക്കും. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്കാക്കും. അടുത്തത് തഖ്വൽ ഇലാഹി മദാറു ഡാഷ് പൂർത്തിയാക്കി കൊടുക്കണം അല്ലേ. തഖ്വ ഇലാഹി മദാറു കുല്ലി സആദത്തിൻ വത്തിബാഉ അഹ്വർ റഅസു ശർരി ഹബായില. അവിടെ ഹബായില എന്നുണ്ട്, വരെ നമ്മൾ പൂർത്തിയാക്കി കൊടുക്കണം. അടുത്ത നാലാമത്തത്, അഹ്ലിസ്വദ അല്ലാ തുരീദ ബിതോഅത്തിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽകിലാ. പൂരിപ്പിക്കാം. ഇനിയാ വാമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അങ്ങനെ നമ്മൾ പഠിച്ച അറബി ഹദീസുകളൊക്കെ ഉണ്ട് പാഠഭാഗത്തിൽ. അപ്പോൾ അതൊക്കെ ഇതുപോലെ എഴുതി കൊടുക്കാൻ കഴിയണം. ഇനി 2 വീതം എഴുതാനാണ്. തഖ്വ കൊണ്ട് ലഭിക്കുന്ന ഗുണങ്ങൾ. അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കൽ, അള്ളാഹുവിൽ നിന്ന് ഇൽമ് ലഭിക്കൽ. ഇങ്ങനെ 2 എഴുതാം. നമ്മൾ 8 കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പ്രയാസങ്ങൾ നീങ്ങൽ, സ്വർഗപ്രവേശനം ലഭിക്കൽ, നരകമോചനം നേടൽ, പാപമോചനം നേടൽ. അപ്പോൾ ഇന്ന് 2 എഴുതാം. അടുത്തത് വേഷവിധാനത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വസ്ത്രം ഔറത്ത് മറയുന്നതാവണം, വൃത്തിയുള്ളതാവണം, ദുർമാർഗികളെ അനുകരിക്കരുത്, സ്ത്രീകൾ തലമുടി കളയരുത്. അപ്പോൾ അതൊന്ന് 2 എഴുതാം. അടുത്തത് മുർത്തദ്ദാവുന്ന കാര്യങ്ങൾ. അതിൽ നിന്ന് 2 എഴുതണം. അള്ളാഹുവിനെ നിഷേധിക്കുക, അള്ളാഹുവിൻ്റെ പ്രവാചകരെ നിഷേധിക്കുക, അള്ളാഹുവിനല്ലാതെ സുജൂദ് ചെയ്യുക, അങ്ങനെ പറഞ്ഞ കാര്യത്തിൽ നിന്ന് 2 എഴുതാം. ഇനി ഉത്തരം എഴുതാനാണ്. ഇഖ്ലാസ് എന്നാൽ എന്ത്? നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബിൻ്റെ പ്രീതി മാത്രം ആരാധന കൊണ്ട് ഉദ്ദേശിക്കലാണ് ഇഖ്ലാസ്. അടുത്തത്, ആരാകുന്നു ശൈത്താന്മാർ? ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ശൈത്താന്മാർ. ജിന്നുകളിൽ നിന്ന് വേർതിരിഞ്ഞ ഒരു വിഭാഗമാണ് ശൈത്താന്മാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ച വേഷവിധാനം ഏതാണ്? സ്ത്രീ പുരുഷന്റെ വേഷം ധരിക്കലും പുരുഷൻ സ്ത്രീയുടെ വേഷം ധരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ച വേഷവിധാനമാണ്. അടുത്ത ചോദ്യം, റിദ്ദ എന്നാൽ എന്ത്? പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള മുസ്ലിം വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നിയ്യത്ത് കൊണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമുമായുള്ള ബന്ധം മുറിക്കുന്നതിനാണ് റിദ്ദ എന്ന് പറയുന്നത്.
അടുത്തത് ഹുറൈമുൽ അസദിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുത്തിയ 2 ശീലങ്ങൾ ഏതൊക്കെയായിരുന്നു? മുടിയുടെ നീളം കുറയ്ക്കുകയും ഉടുമുണ്ട് കയറ്റി ഉടുക്കുകയും ചെയ്തു. മുടിയുടെ നീളം കുറയ്ക്കുകയും ഉടുമുണ്ട് കയറ്റി ഉടുക്കുകയും ചെയ്തു. ഈ ശീലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുറൈമുൽ അസദിയയിൽ തിരുത്തിയ 2 ശീലങ്ങൾ. അടുത്തത് ഉന്നത സ്ഥാനത്തുള്ള ഇഖ്ലാസ് ഏതാണ്? അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ഉദ്ദേശിക്കുക എന്നത് ഉന്നത സ്ഥാനത്തുള്ള ഇഖ്ലാസാണ്. ഇനി ആശയം എഴുതാനാണ്. ഇന്ന ശൈത്താന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ. നിശ്ചയം പിശാച് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. നിശ്ചയം പിശാച് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. അടുത്തതോ വമാ ഹലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നുകളെയും മനുഷ്യരെയും എനിക്ക് ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞത്. അതാണ് അതിൻ്റെ ആശയം. അപ്പോൾ അത് എഴുതുക. ഇത്രയാണ് ഈ മോഡൽ ചോദ്യ പേപ്പറിലുള്ളത്. നമ്മൾ മറ്റൊരു മോഡൽ ചോദ്യ പേപ്പറും കൂടി ഉടൻ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.